എലിസബത്ത് ഉദയൻ അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. നടൻ ബാലയുടെ മുൻ ഭാര്യ എന്ന് പറയുമ്പം നിയമപരമായിട്ട് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് ബാല പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ ചെയ്യാൻ, എന്ത് തന്നെയായാലും നമ്മളൊക്കെ നടൻ ബാലയുടെ മുൻ ഭാര്യ എന്ന ലെവലിലാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഇന്നലെ സൂയിസൈഡിന് ശ്രമിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഒരു വാർത്ത കാണുന്നത്. അഹമ്മദാബാദ് BJ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അമിതമായി ഉറക്ക ഗുളിക കഴിച്ച് സൂയിസൈഡിന് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നടൻ ബാലയ്ക്കും കുടുംബത്തിനുമാണെന്നാണ്. അതായത് അവർക്ക് ആ ഒരു ആഘാതത്തിൽ നിന്നും പൂർണ്ണ മോചിതയാവാൻ സാധിച്ചിട്ടില്ല. ഇവർ തമ്മിലുള്ള ഇഷ്യൂവും അതിനുശേഷം ബാല വേറെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് വന്നാൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റേതായ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവർ ആദ്യ സമയങ്ങളിൽ അവരുടെ ചാനലിലൂടെ വന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോഴത്തേക്കും അങ്ങ് ആളുകൾ സപ്പോർട്ടീവാണല്ലോ, അവർക്കിപ്പോൾ ഒന്നും മുടക്കൊന്നുമില്ലല്ലോ. കുറേ ആളുകൾ കമൻറ്റ് രൂപത്തിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. കുറേ യൂട്യൂബ് റിയാക്ഷൻ, അവരാണല്ലോ ഇപ്പോൾ കേരളത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ അവരുടെ സപ്പോർട്ട് ഇത് എന്തെന്നില്ലാത്ത സപ്പോർട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇതൊക്കെ കണ്ടിട്ട് അവർ വീണ്ടും ഇങ്ങനെ ഓരോന്ന് ഇട്ടുകൊണ്ടിരുന്നു. വലിയൊരു ഇഷ്യൂവിലേക്ക് വന്നപ്പം എന്ത് റിയാക്ഷൻ വീഡിയോ ആൾക്കാർ അവരെ സംബന്ധിച്ച് ഓരോ ദിവസം കണ്ടൻറ്റ് മാത്രമാണ്. രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഇന്നിടും നോക്കുന്ന കൂട്ടത്തിൽ ഇവരെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് പോയതാണ്. കമൻ്റ് ഇട്ടവർക്ക് പിന്നെ അറിയാലോ, അവർ എവിടെയാണോ ചാഞ്ഞ് നിൽക്കുന്നത് അവിടെ കയറി ഊഞ്ഞാലാടുന്ന ആൾക്കാരാണ്. ആർക്ക് പോയി, എലിസബത്ത് ഉദയന് പോയി എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ഒരു തുലാസിലായിരിക്കുകയല്ലേ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, മൊത്തത്തിൽ പ്രശ്നം. അവർ പറയുന്നത് അവർ ബാലയ്ക്കെതിരെ കൊടുത്ത കേസ് പോലും പോലീസ് എടുക്കാൻ തയ്യാറല്ലായിരുന്നു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് കൊണ്ട് കേസ് കൊടുത്തു, ഒന്നും നടപടിയാവുന്നില്ല. അങ്ങനെയാണ് ഇവിടെ പൈസ ഉള്ളവർ ഒരു നീതി, പൈസ ഇല്ലാത്തവനൊരു നീതി, VIP കൾക്കൊരു നീതി, VIP അല്ലാത്ത ആളുകൾക്കൊരു നീതി. ഇപ്പം ഈ പറയുന്ന എലിസബത്ത് ഉദയൻ എന്നൊക്കെ പറയുന്നത് അത്ര ഒരു മോശപ്പെട്ട ലെവലിലുള്ള ആൾക്കാർ, നല്ല ഡോക്ടറാണ്, എന്നാലും സ്വാധീനമില്ല. പൈസ ഉള്ളവൻ വേറെ തന്നെ ഒരു സ്വാധീനമാണ്. അത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പം LDF ഭരിച്ചാലും UDF ഭരിച്ചാലും BJP ഭരിച്ചാലും സ്വാധീനമുള്ളവൻ എന്നും രാജാവ്. അവൻ്റെ കേസൊക്കെ ചടപടാന്ന് എടുത്ത് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കും. അല്ലാത്തവൻ ഇങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റും ചെയ്ത് ഇങ്ങനെ നീറി ജീവിക്കും. ഇതാണ് നമ്മുടെ ഈ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മുടെ ഈ വ്യൂവേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളെങ്ങനെയാണ് കരങ്ങളിൽ കൊണ്ട് നടക്കുകയാണ്. ഒന്നുമില്ല, അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പുകമറ മാത്രമാണ്. അത് ഇല്ലല്ലോ, ആളും തലയൊന്നും ഇല്ലാത്ത ആളുകളല്ലേ. നമ്മളതെല്ലാം കണ്ട് ചാടി ഇറങ്ങിയാൽ നമുക്ക് പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ റെനു സുധീൻ്റെ പുറകെ അല്ലേ ഇവിടെയുള്ള റിയാക്ഷൻ ചാനലുകാരും കുറേ വ്യൂവേഴ്സും. ലാസ്റ്റ് അവരും ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവനൊക്കെ മതിയാവും. ഒരു ദിവസം 16 വീഡിയോ വെച്ച് ഇടുന്ന ആളുകളൊക്കെ ഉണ്ട്, നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. വേറെ ഒരു കണ്ടൻറ്റും ഇപ്പോൾ ഇല്ല, ഇത് തന്നെ ഇരുന്ന് അടിക്കുക. റെയിനു അത് പറഞ്ഞു, റെയിനു അത് പറഞ്ഞു, മറ്റത് പറഞ്ഞു, മറിച്ചത് പറഞ്ഞു. കഷ്ടമെന്നേ പറയാൻ ഉള്ളൂ. കണ്ടൻറ്റിന് വേണ്ടി ഓരോരുത്തരെ കൊല്ലാതെ, കണ്ടൻറ്റിന് വേണ്ടി ഓരോരുത്തരെ ഇല്ലാതാക്കല്ലേ. ഇപ്പം എലിസബത്ത് ഉദയന് സംഭവിച്ചത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോക്കാരും ആൾക്കാരും ആണെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അവർക്കും ചെറിയൊരു ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം, അവരിട്ടുകൊണ്ടിരുന്ന വീഡിയോസിൻ്റെ അടിയിൽ പോയി കണ്ടാൽ മതി. അനാവശ്യമായ ധൈര്യം കൊടുക്കുക, അനാവശ്യമായ ആത്മവിശ്വാസം കൊടുക്കുക വേണ്ട, ആവശ്യത്തിനുള്ള മതി. പിന്നെ നമുക്ക് ഇവരൊന്നും കറക്റ്റായിട്ട് അറിയില്ലല്ലോ. നമുക്ക് നമ്മുടെ തന്നെ കാര്യം നോക്കാൻ എന്തോരം ഉണ്ട്. നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യം നമുക്കറിയാവുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയും. ഇത് ഈ വീഡിയോയിൽ കണ്ടിട്ട് നമ്മൾ ഉപദേശത്തിനും ആത്മവിശ്വാസം കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പോകാനില്ല, അവർക്ക് പലതും നഷ്ടപ്പെടാറുണ്ട്. എന്തുതന്നെയായാലും നടൻ ബാല ഇതിനുള്ള മറുപടിയായിട്ട് വരുമെന്ന് വിചാരിക്കാം. എന്ത് മറുപടി?